ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വഖഫ് ബോർഡ് നിയന്ത്രണത്തിൽ സുപ്രീം കോടതിയിൽ UDF സർക്കാരിന് തിരിച്ചടി. ബോർഡിൽ അഡ്മിനിസ്ട്രേറ്ററെ തീരുമാനിച്ച സർക്കാർ നിയന്ത്രണം സുപ്രീം കോടതി റദ്ദാക്കി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനിടെ കോടതി തീരുമാനം വരും മുൻപ് സർക്കാരിനെ വെല്ലുവിളിച്ച് വഖഫ് ബോർഡ് യോഗം ചേർന്നു. വഖഫിൽ കേന്ദ്രത്തിന് പരവതാനി വിരിച്ചത് ഇടത് സർക്കാരാണെന്നാണ് മുസ്ലിം ലീഗിന്റെ വിമർശനം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ഉത്തരവിലെ ഒരു വരി നീക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത ജോയിന്റ് സെക്രട്ടറിയെ നിയോഗിച്ച നടപടി ഇല്ലാതാകുന്നു എന്നാണ്. സംസ്ഥാന വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസകരവും ഭാഗികമായ ആശ്വാസകരവും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയുമാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ. വഖഫ് ബോർഡിൽ ഇടക്കാല ഉത്തരവിന്റെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവനുസരിച്ച് വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ചിരുന്നു. ഈ നടപടി സുപ്രീം കോടതി റദ്ദാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തിയാണ് സുപ്രീം കോടതിയുടെ നടപടി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാരിനുള്ള പ്രവർത്തന നിയന്ത്രണം നീക്കണം എന്ന കാര്യമാണ്. അക്കാര്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട്, ഈ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധിയിൽ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇടപെടരുതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നയപരമായ കാര്യങ്ങളിലാണ് നിയന്ത്രണമെന്നും വഖഫ് ബോർഡ് നാളെ ഹൈക്കോടതിയിൽ എതിർപ്പറിയിക്കാത്തത് എന്ത് എന്ന കാര്യം കൂടി സംസ്ഥാന സർക്കാർ ചോദിക്കുകയും ചെയ്തു. ഒഴിവിന്റെ കാരണത്താൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കരുതെന്നാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ആകെയുള്ള 11 പേരിൽ 9 പേരെയും സർക്കാർ നിയമിച്ചു. ഇവർക്ക് 5 വർഷം വീതം കാലാവധിയുണ്ട്. സ്വന്തം താല്പര്യപ്രകാരം ബോർഡ് പുനഃസംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം. ഇതൊരു ഗെയിമാണ് എന്നും 2 ഒഴിവുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നും വഖഫ് ബോർഡ് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ബോർഡ് സ്വതന്ത്ര ബോഡിയാണ്, അതിന് പ്രവർത്തിക്കരുതെന്ന് എങ്ങനെ പറയാനാകുമെന്നും വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുക്കുന്നത്, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണം നീക്കുന്നത്. പക്ഷേ വഖഫ് ബോർഡിന് മേൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം തുടരും.